ആളുകൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അഥവാ ശ്വാസതടസ്സം. പലപ്പോഴും ശ്വാസതടസ്സം വരുമ്പോൾ നിങ്ങളത് നെഞ്ചുവേദനയാണ് തെറ്റിദ്ധരിക്കുകയും അതിന്റെ ഡോക്ടേഴ്സിനൊക്കെ കണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് അവിടെ ലഭിക്കില്ല. കാരണം ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയാലും അതൊക്കെ നോർമലായി തന്നെ കാണിക്കുകയുള്ളൂ. സോ എങ്ങനെയാണ് ആൻസൈറ്റിയും സ്ട്രെസ്സും നിങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കുന്നത്? ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നത്. ഒരു വ്യക്തിക്ക് അമിതമായിട്ട് സമ്മർദ്ദങ്ങളോ പിരിമുറുക്കങ്ങളോ ഭയമോ വരുന്ന സമയത്ത് ശരീരത്തിനകത്ത് അഡ്രിനാലിന്റെയും കോർട്ടിസോളിന്റെയും അളവ് വളരെയധികം വർദ്ധിക്കും. ഈ രണ്ട് ഹോർമോണുകളുടെ ഉത്പാദനം വളരെയധികം വർദ്ധിക്കുന്നതിന് ഫലമായിട്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത് അമിതമായിട്ട് ഗ്യാസ് ഉത്പാദനം നടക്കും. ഈ ഗ്യാസ് വയറിലും നെഞ്ചിനകത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കുറയും. പ്രത്യേകിച്ച് നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തിച്ചേരാനുള്ള സ്പേസ് കിട്ടാതെ വരും. കാരണം ഓക്സിജൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഗ്യാസ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ ഇരിക്കാനുള്ള സ്ഥലം കിട്ടാതെ വരുമ്പോൾ ഹാർട്ട് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ നന്നായി ഫങ്ഷൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇറഗുലാരിറ്റീസ് വരുന്നു, ചെസ്റ്റ് ഡിസ്കംഫർട്ട് വരുന്നു, ദെൻ ബ്രീത്തിങ് ഇറഗുലാരിറ്റി വരുന്നു, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വരുന്നു, ചോക്കിംഗ് ഫീലിംഗ് വരും, മരണപ്പെടുന്നു എന്നുള്ള തോന്നലൊക്കെ വരികയും ചെയ്യും. സോ ഈ പറയുന്ന അമിതമായിട്ടുള്ള ഹോർമോണുകളുടെ അളവിന്റെ പ്രധാനപ്പെട്ട ഒരു ഫലം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം ഇഷ്യൂസ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഇത്തരം ഒരു ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പാനിക് ആവേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഇതൊക്കെ ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിനെ അതിജീവിച്ചാൽ മതി. പ്രത്യേകിച്ച് ആൻസൈറ്റി ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നിന്നും സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ആസ് യൂഷ്വൽ ഇത്തരം പ്രശ്നങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റിലാക്സേഷൻ എക്സസൈസുകൾ ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം. ഈ രണ്ട് എക്സസൈസുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്യാസ് ഫോർമേഷൻസ് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുമ്പോൾ നല്ല ഓക്സിജൻ സപ്ലൈ നിങ്ങളുടെ ശരീരത്തിലുടനീളം നടക്കും. ഇതിനൊപ്പം തന്നെ റെഗുലറായിട്ട് ഫിസിക്കലായിട്ടുള്ള എക്സസൈസുകളും കൂടി ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡിയിലെ എല്ലാ ജോയിന്റ്സുകളും ഫ്രീ ആവുകയും ബ്ലഡ് വെസൽസ് ഫ്രീ ആവുകയും ഒപ്പം ബ്ലഡ് ഓക്സിജൻ ലെവൽ കറക്റ്റ് ആകുമ്പോഴൊക്കെല്ലാം നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കും. സ്ട്രെസ് ഹോർമോണുകൾ മുഴുവൻ വേർപ്പിലൂടെയും മറ്റുമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ശരീരത്തിൽ ഒരു വേസ്റ്റും അടങ്ങി കിടക്കില്ല. അങ്ങനെ കിടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബോഡിയും ഫ്രീ ആണ്, മൈൻഡും ഫ്രീ ആവും. എല്ലാ വേസ്റ്റ് വസ്തുക്കളും നമുക്ക് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക, ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും കാൽഷ്യം കണ്ടന്റുകളുള്ള ആഹാരങ്ങളും കഴിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. സോ ഈ പറയുന്ന കോർട്ടിസോളിന്റെ അഡ്രിനാലിൻ സെക്രീഷൻസ് കൂടുന്നതിന്റെ ഫലമായിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നത്. അത്തരം ഡിഫിക്കൽറ്റീസ് വരുമ്പോൾ ഈ പറയുന്ന എക്സസൈസുകൾ ചെയ്ത് പെട്ടെന്ന് തന്നെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കാം. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.